ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള കാലഘട്ടം. ഉത്തരേന്ത്യയിലെ അയോധ്യയാണ് സ്ഥലം. ഈ സ്ഥലത്ത് ആ കാലഘട്ടത്തിൽ ഒരു വലിയ കുടുംബം നിലനിന്നിരുന്നു. ഈ കുടുംബത്തിലാകെ 100 മക്കൾ ഉണ്ടായിരുന്നു. ഈ 100 പേരിൽ 99 പേരും ആൺകുട്ടികളും അവശേഷിച്ച ഒരാൾ പെൺകുട്ടിയുമായിരുന്നു. ഈ പെൺകുട്ടിയുടെ പേര് ബ്രഹ്മി എന്നതായിരുന്നു. ആ കുടുംബത്തിലെ കുടുംബനാഥന് 2 ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത്. സുമംഗല എന്നും സുനന്ദ എന്നുമായിരുന്നു ഇവരുടെ പേരുകൾ. ഈ 100 കുട്ടികളുടെ അച്ഛൻ, അതായത് ഈ കുടുംബത്തിൻ്റെ കുടുംബനാഥൻ, ഇക്ഷ്വാകു എന്ന ഒരു രാജവംശത്തിൻ്റെ സ്ഥാപകനുമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേരാകട്ടെ ഋഷഭദേവൻ എന്നതായിരുന്നു. എൻ്റർടൈൻമെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് ജൈന മതത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കഥ തുടരാം. അങ്ങനെ ഋഷഭദേവൻ തൻ്റെ കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിച്ചു വരികയാണ്. പക്ഷേ ഈ ആനന്ദകരമായ ജീവിതത്തിനിടയിൽ പലപ്പോഴും അദ്ദേഹത്തിന് ഒരു ശൂന്യത അനുഭവപ്പെട്ടിരുന്നു. കാലങ്ങൾ കഴിയുന്തോറും ഈ ശൂന്യതയുടെ അളവ് കൂടി വന്നു. ഒടുവിൽ അദ്ദേഹം ദുഷ്കരമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. തനിക്ക് സ്വന്തമായുള്ളതെല്ലാം ഉപേക്ഷിച്ച് പരിത്യാഗിയാകുക എന്നതായിരുന്നു ആ തീരുമാനം. അങ്ങനെ അദ്ദേഹം തൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് ലൗകിക സുഖങ്ങളെല്ലാം ഒഴിവാക്കി ഒരു യാത്ര പുറപ്പെടുകയാണ്. ഈ യാത്രയിൽ 1 വർഷത്തോളം ഇദ്ദേഹം ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം മോഹങ്ങളെ അതിജീവിച്ച് വിജയിച്ചവനായി മാറുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു ജിനനായി മാറുകയാണ്. ജേതാവ് എന്നർത്ഥമുള്ള ഈ പദത്തിൽ നിന്നുമാണ് ജൈനൻ എന്ന നാമം ഉരുത്തിരിഞ്ഞത്. ഇവിടെ നിന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ ജൈനമതം ഉത്ഭവിക്കുന്നത്. അങ്ങനെ ഋഷഭദേവൻ ജൈനമതത്തിലെ ആദ്യ തീർത്ഥങ്കരനും ജൈനമത സ്ഥാപകനുമായി മാറുകയാണ്. ജൈനമതത്തിൽ ആകെ 24 തീർത്ഥങ്കരന്മാർ ആണുള്ളത്. ഇതിൽ 24ാമത്തെ തീർത്ഥങ്കരനായ വർദ്ധമാന മഹാവീരനാണ് ജൈനമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത പരിഷ്കർത്താവ്. BC 6ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പുരാതന ഇന്ത്യയിലെ ഒരു രാജകീയ കുടുംബത്തിലാണ് മഹാവീരൻ ജനിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് സിദ്ധാർത്ഥ എന്നും മാതാവിൻ്റെ പേര് ത്രിശാല എന്നുമായിരുന്നു. രാജകീയ സുഖങ്ങളെല്ലാം അനുഭവിച്ചാണ് കുഞ്ഞ് മഹാവീരൻ വളർന്നു വരുന്നത്. ഇതിനിടയിൽ മഹാവീരൻ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം വിവാഹം കഴിക്കുകയും അദ്ദേഹം ഒരു പിതാവാകുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ സമൂഹത്തിലെ വിവേചനവും ജാതി സമ്പ്രദായവുമൊന്നും മഹാവീരന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ തൻ്റെ 30ാം വയസ്സിൽ ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് മഹാവീരൻ യാത്രയാവുകയാണ്. യാത്രയായ മഹാവീരൻ 12.5 വർഷത്തോളം തീവ്രമായ ധ്യാനവും കഠിനമായ തപസ്സും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ജൈനമതത്തിൽ പറഞ്ഞു വയ്ക്കുന്ന കേവല ജ്ഞാനം അല്ലെങ്കിൽ സർവജ്ഞാനം നേടിയെടുക്കുകയാണ്. ഇതിനുശേഷം ഏതാണ്ട് 30 വർഷത്തിന് മുകളിൽ മഹാവീരൻ തൻ്റെ തത്വങ്ങൾ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായി പഠിപ്പിച്ചു. ഇവിടെയാണ് ഇദ്ദേഹത്തെ ജൈനമതത്തിൻ്റെ പരിഷ്കർത്താവായൊക്കെ വിശേഷിപ്പിക്കുന്നത്. ജൈനമതത്തിൽ ഊന്നിയ തൻ്റെ തത്വങ്ങളിലൂടെ മതപരമായ അഴിമതികൾക്കെതിരെയും ജാതി വ്യവസ്ഥയ്ക്കെതിരെയുമൊക്കെ ഇദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ക്രിസ്തുവിന് മുൻപുള്ള 6ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന മതപരമായ അനാചാരങ്ങളും ചിലവേറിയ അനുഷ്ഠാനങ്ങളും ബ്രാഹ്മണ മേധാവിത്വത്തിലുള്ള വേദകാല മതത്തിലെ സങ്കീർണതകളും ജാതി വ്യവസ്ഥയുമൊക്കെയാണ് ലാളിത്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജൈനമതത്തെ കൂടുതൽ സ്വീകാര്യമാക്കി മാറ്റിയത്. ജൈനദർശനം മനുഷ്യ മഹത്വത്തെയാണ് പ്രധാനമായും ഉയർത്തിപ്പിടിക്കുന്നത്. അതോടൊപ്പം പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും ജീവന് വലിയ വില ജൈനമതക്കാർ നൽകുന്നുണ്ട്. ആയതിനാൽ തന്നെ ഒരു ജീവജാലങ്ങളെയും ഉപദ്രവിക്കരുത് എന്നും ജൈനമതം നിഷ്കർഷിക്കുന്നു.
ഇക്കാരണത്താൽ തന്നെ അഹിംസയിലൂന്നിയ ഒരു ജീവിതമാണ് ജൈനമതം മുന്നോട്ട് വയ്ക്കുന്നത്. ജൈനമതക്കാർ സസ്യബുക്കുകളാണ് എന്നത് ഇതിനോട് ചേർത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതല്ലെന്നും അത് എന്നേക്കും നിലനിൽക്കുന്നതാണെന്നും ഇവർ വിശ്വസിക്കുന്നു. പ്രപഞ്ചം സ്വതന്ത്രമാണ്. അതിന് സ്രഷ്ടാവോ ഭരണാധികാരിയോ ന്യായാധിപനോ നശിപ്പിക്കുന്നവനോ ഇല്ല എന്നതാണ് ജൈന ദർശനം. ആദി തീർത്ഥങ്കരനായ ഋഷഭദേവനാണ് ജൈനരുടെ ആരാധനാമൂർത്തി. 24ാമത്തെ തീർത്ഥങ്കരനായ മഹാവീരനെ ഈശ്വര തുല്യനായി ജൈനർ ആരാധിച്ചു വരുന്നു. മോക്ഷം നേടാനായി ഒരുവൻ ജൈനമതത്തിൽ പറഞ്ഞു വയ്ക്കുന്ന 3 രത്നങ്ങൾ അനുഷ്ഠിക്കണം. സമ്യക് ദർശന അല്ലെങ്കിൽ ശരിയായ വീക്ഷണം, സമ്യക് ജ്ഞാന അല്ലെങ്കിൽ ശരിയായ അറിവ്, സമ്യക് ചരിത്ര അല്ലെങ്കിൽ ശരിയായ പെരുമാറ്റം എന്നിവയാണ് ഈ 3 രത്നങ്ങൾ. ഇതോടൊപ്പം സമ്യക് തപസ് അല്ലെങ്കിൽ ശരിയായ സന്യാസം 4ാമത്തെ രത്നമായി പല ജൈന ഗ്രന്ഥങ്ങളിലും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ജൈനമതം പഞ്ചമഹാവ്രതങ്ങൾ അല്ലെങ്കിൽ 5 ധാർമ്മിക കടമകൾ പഠിപ്പിക്കുന്നുണ്ട്. അഹിംസ, സത്യം, അസ്തേയ, ബ്രഹ്മചര്യം, അപരിഗ്രഹം എന്നിവയാണ് ഇവ. ജൈനമതത്തിൽ നല്ല സ്വഭാവം എന്നത് ഈ 5 വ്രതങ്ങളുടെ അനുസരണമാണ്. തങ്ങൾക്ക് സ്വന്തമായുള്ളതെല്ലാം ഉപേക്ഷിച്ച് ഭക്ഷണം വരെ ഭിക്ഷയാചിച്ച് കഴിക്കുന്ന രീതിയിലുള്ള വളരെ ലളിതമായ ജീവിത രീതിയാണ് ജൈനമതം നിഷ്കർഷിക്കുന്നത്. ഇതിനു പുറമെ ബ്രഹ്മചര്യവും അനുഷ്ഠിക്കേണ്ടതുണ്ട്. പുരുഷന്മാർക്ക് അവരുടെ വസ്ത്രമടക്കം ഉപേക്ഷിക്കുന്നതിന് നിഷ്കർഷിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ നഗ്നരായ സന്യാസികൾ ധാരാളം കാണപ്പെടുന്ന ഒരു വിഭാഗമാണ് ജൈനമതം. ജൈനമതത്തിൽ പ്രധാനമായും 2 വിഭാഗങ്ങളാണുള്ളത്. ദിഗംബര, ശ്വേതാംബര എന്നിവയാണ് ഇവ. ഇരു വിഭാഗങ്ങളുടെയും ആശയങ്ങളും വ്യത്യസ്തമാണ്. ദിഗംബര വിഭാഗത്തിൽപ്പെടുന്ന സന്യാസിമാർ അഹിംസ, സത്യം, അസ്തേയ, ബ്രഹ്മചര്യം, അപരിഗ്രഹം എന്നീ 5 വ്രതങ്ങളും കൃത്യമായി പാലിക്കുന്നവരാണ്. വസ്ത്രങ്ങളെ അശുദ്ധമായി കാണുന്ന ഇവർ പൂർണ്ണ നഗ്നത പിന്തുടരുന്നവരുമാണ്. ശ്വേതാംബര വിഭാഗത്തെ പിന്തുടരുന്ന സന്യാസിമാർ സാധാരണയായി വെള്ളവസ്ത്രം ധരിക്കുന്നു. അവർ സത്യം, അഹിംസ, അപരിഗ്രഹ, അസത്യ എന്നീ 4 വ്രതങ്ങളാണ് പ്രധാനമായും പാലിക്കുന്നത്. ജൈനമതത്തിന്റെ അനുയായികളെ ജൈനർ എന്നാണ് വിളിക്കുന്നത്. ലോകമെമ്പാടും 4 മുതൽ 5 ദശലക്ഷം വരെ അനുയായികളുള്ള ഒരു മതമാണ് ജൈനമതം. ലോകത്തിലെ മറ്റു പ്രധാന മതങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ജൈനമതം ഒരു ചെറിയ മതമാണ്. ഭൂരിഭാഗം ജൈനരും നിലവിൽ ഇന്ത്യയിലാണ് താമസിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ ആകെ ജനസംഖ്യയുടെ 0.4% മാത്രമാണ് ജൈനർ ഉള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എങ്കിൽ കൂടി 2015-16 നടത്തിയ ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം ജൈനരാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ സമൂഹം. അതോടൊപ്പം 2011 സെൻസസ് പ്രകാരം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള മതവും ജൈനമതം തന്നെയാണ്. എന്താണെങ്കിലും ജൈനമതം പറഞ്ഞു വയ്ക്കുന്ന ലളിതമായ തത്വങ്ങളും ജീവിത രീതിയുമൊക്കെ ജൈനമതത്തിന്റെ പ്രചാരണത്തെ സഹായിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ജൈനമതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ജൈനമതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. അതോടൊപ്പം വീഡിയോ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.